ഞാനൊരു ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്തിപ്പം ബദാമുണ്ട്, പംകിൻ സീഡുണ്ട്, പിന്നെ സൺഫ്ലവർ ഉണ്ട്, പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ് ഉണ്ട്. കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും അത് ചെറിയ ഉള്ളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എന്താ പറയുക ഇത്തിരി ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ്, പിന്നെ സോയ. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ട് പിന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോയിലാക്കി ബീക്കാക്കി വയ്ക്കും, സ്ട്രെയിൻ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൗള് ഡേറ്റ്സ് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ കൂട്ടുകാരി, നമുക്ക് ഈ ഡേറ്റ്സ് പായസം ഉണ്ടാക്കാം. ഞാനിവിടെ പായസം എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യ് ഇട്ടിട്ടുണ്ട്, വളരെ കുറച്ച് നെയ്യ്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് നെയ്യ് ഇടാം, ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ ബട്ടർ ഇടാം, എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറുതിനകത്ത് കുറച്ച് വെള്ളം കിടക്കട്ടെ, അതാണ് ചെറിയ ഉള്ളി ഇട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ ബിരിയാണിക്ക് പിന്നെ മൂപ്പിച്ചെടുക്കത്തില്ല. അത്രയും ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചെറിയ ഉള്ളി എന്തിനായിട്ടും നിങ്ങൾ ഇട്ട് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടി, ഇട്ടിട്ട് കൊള്ളൂല്ലെങ്കിൽ കമൻറ്റിൽ വന്ന് പറഞ്ഞു കേട്ടോ. ഒരിക്കലും അങ്ങനെ കൊള്ളൂല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് നമ്മുടെ ഹെൽത്തിന് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഇട്ടോ കേട്ടോ. ഓക്കെ ഓക്കെ, ഇതൊന്ന് ഇതിൻ്റെ കളർ ഒരിക്കലും കരിഞ്ഞും പോകരുത്, മുരിഞ്ഞു പോകരുത്. കറക്റ്റ് പാകം നമ്മൾ കല്ലപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ, ആ പാകമാണേ. ഓക്കെ, കല്ലപ്പല്ല കലക്കപ്പം. മതി കേട്ടോ, കൂടുതൽ വേണ്ട, കാരണം അതിന് ഇതിനകത്ത് ഈ ബൗളിനകത്ത് ഇരുന്നൊരു പാകം വരും. ഓക്കെ 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 ഓക്കെ, ഡേറ്റ്സ് ആണേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്. ഓക്കെ, ഡേറ്റ്സ് നെയ്യിലിട്ട് ഒന്ന് വറക്കുക. ഞാൻ ഈ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ, മിക്സിയിൽ ക്രഷ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ഡേറ്റ്സ് ആയതുകൊണ്ട് മിക്സിയിൽ ക്രഷ് ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനുള്ളതുണ്ട്, കടിക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചവ്വരി, അത് ഞാനൊരു കുറച്ച് നേരം സോക്ക് ചെയ്ത് കേട്ടോ, ഇനി അത് വേഗത്തില്ല, കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചേ. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചവ്വരി ഈ ഒഴിച്ചു കൊടുക്കാനേ. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചവ്വരി, അതിൻ്റെ കൂടെ ഞാൻ ഈ ക്യാരറ്റ് പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയ നമ്മുടെ ഈത്തപ്പഴം, ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഞാനിതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചേ, എന്നിട്ട് നമുക്ക് അത് അടച്ചു വെക്കാവേ. വേറെ ഇതാണ് സംഭവം കേട്ടോ, ഇതാണ് സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളി, യമ്മി യമ്മി.